അസ്സലാമലൈക്കും നമസ്കാരം വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഉന്നക്കായയുടെയാണ്. മലബാർ സ്നാക്കായ ഉന്നക്കായ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കിലോ പഴമാണ് എടുത്തിട്ടുള്ളത്. 2 കിലോൻ്റെ കണക്കാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് പഴുപ്പ് കൂടിയ പഴം എടുക്കരുത്, അതുപോലെ ഒരുപാട് പഴുപ്പ് കുറഞ്ഞ പഴം എടുക്കരുത്. എന്നിട്ട് പഴത്തിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് പഴം ഒന്ന് ആവിയേറ്റി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു ആവി കയറ്റുന്ന തട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് എല്ലാ പഴവും വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും നമ്മൾ പഴം വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കരുത്. ഇതുപോലെ ആവി കയറ്റി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുത്താൽ പഴത്തിലാകെ വെള്ളമായി പോവും. ഇനി നമുക്ക് പഴം ഒന്ന് ആവി കയറ്റി എടുക്കണം. ഒരു 10 മിനിറ്റ് മതിയാവും. പഴം ഞാൻ ഒരു സൈഡിൽ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്, ചിരകി വെച്ചിട്ടുള്ളതാണ്. ഞാൻ 2 കിലോൻ്റെ കണക്കായ കാരണമാണ് ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുള്ളത്. 1 കിലോനൊക്കെ ആണെങ്കിൽ ഒരു തേങ്ങയുടെ പകുതി മതിയാവും. പിന്നെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. കൂടുതൽ മധുരം വേണമെങ്കിൽ 6 ടേബിൾ സ്പൂൺ എടുക്കുക. അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി വേണം. അതുപോലെ 2 കോഴിമുട്ട വേണം. ഒരു 5 ഏലക്കായ ഞാൻ തൊലി കളഞ്ഞിട്ടൊന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ വേണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അണ്ടിപ്പരിപ്പിനും മുന്തിരിക്കൊന്നും കണക്കൊന്നുമില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും ഒന്നങ്ങോട്ട് ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നെയ്യിലൊന്ന് കിടന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തേങ്ങ ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് അതിലേക്ക് എടുത്തു വെച്ച 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് 6 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം പാകത്തിനുള്ള മധുരമാവും. ഇനി ഇതും കൂടെ ഒന്ന് നന്നായിട്ട് അതിൽ അലിഞ്ഞു വരട്ടെ പഞ്ചസാരയൊക്കെ. ഇപ്പോൾ നമ്മുടെ തേങ്ങയും പഞ്ചസാരയൊക്കെ നല്ല കറക്റ്റായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് 2 മുട്ട ഇതിലിട്ടിട്ടൊന്ന് ചിക്കിയെടുക്കണം. തേങ്ങ മാറ്റി വെക്കൊന്നും വേണ്ട, കാരണം നമ്മൾ മുട്ടയിൽ കൂടെ യോജിപ്പിക്കാനുള്ളതാണ്. ആദ്യം നമുക്ക് മുട്ട ഒന്ന് അങ്ങോട്ട് ചിക്കിയെടുത്ത ശേഷം തേങ്ങയിലൂടെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ഏലക്കാപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുള്ളതല്ല, അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മാത്രം ഉപ്പിട്ട് കൊടുത്തിട്ട് ഇനി നമ്മുടെ തേങ്ങയും മുട്ടയും എല്ലാം കൂടെ അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം. പിന്നെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി 5 ടേബിൾ സ്പൂൺ പഞ്ചസാര തേങ്ങയിൽ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് മതിയാവും. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പഴം ഇതാ കറക്റ്റായിട്ട് ആവി കയറി വന്നിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. 10 മിനിറ്റ് കൊണ്ട് തന്നെ പഴമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പഴം എടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ കറുത്ത ആര് കളഞ്ഞെടുക്കണം. ഈ ചൂടിൽ തന്നെ ചെയ്യാൻ നോക്കണം, കൈ പൊള്ളാതെ. കാരണം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് പഴം ഉടച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ ചൂടിൽ തന്നെ ചെയ്യണം. ഒരു കത്തി എടുത്തിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യാം. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആരെടുത്ത് മാറ്റാറാണ്. ഇതുപോലെ അങ്ങോട്ട് വരഞ്ഞിട്ട് എടുത്ത് മാറ്റും. നല്ല ചൂടുണ്ട്. ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ട് ആര് മാത്രം അങ്ങോട്ട് കളയുക, കറുത്ത അരുഭാഗം മാത്രം കളഞ്ഞെടുക്കുക. അങ്ങനെ എല്ലാത്തിൻ്റെയും ചെയ്തെടുക്കണം. കട്ട് ചെയ്ത ശേഷം ഈ അരുഭാഗം അങ്ങോട്ട് മാറ്റി കൊടുക്കുക. ഇനി അതൊരു പാത്രത്തിലേക്ക് വെക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ പഴവും കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നടു കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആവും, വലിയ പാടൊന്നുമില്ല. അതുപോലെ നമുക്ക് എല്ലാം അങ്ങോട്ട് ചെയ്തെടുക്കണം, തൊലി കളഞ്ഞിട്ട്.
പഴത്തിൻ്റെ ഉള്ളിലത്തെ ആ കറുത്ത കുരു എല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ആയിട്ടിട്ട് ഉടച്ചെടുക്കണം. നമ്മൾ ഉടച്ചെടുക്കുമ്പോൾ എല്ലാം ഒരുമിച്ചിട്ടിട്ട് ഉടച്ചെടുത്താൽ അത് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടില്ല. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ചെയ്താൽ മതി. ഉടച്ചെടുക്കുമ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ചതക്കുന്ന കല്ലെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ചിട്ടും ചെയ്യാം. ഈ ചൂടിൽ തന്നെ ചെയ്തെടുക്കണം. ചൂടാറിയാൽ പഴം പെട്ടെന്ന് ഉടഞ്ഞു കിട്ടില്ല. കല്ല് പോലെ ഉണ്ടാവും പഴം. ഈ ചൂടിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുക്കാം. എല്ലാ പഴവും നന്നായിട്ട് ഉടച്ചെടുത്ത ശേഷം ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഒന്നും കൂടെ കുഴച്ചെടുത്തിട്ട് നല്ല സ്മൂത്താക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിന് ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഈ കുഴച്ച് വെച്ച പഴം എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് റോളാക്കിയ ശേഷം ഒന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ അങ്ങോട്ട് പരത്തി കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഇതാക്കൊന്നും വേണ്ട. ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് പരത്തിയ ശേഷം അതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതിയാവും. ഒരുപാട് വെച്ചാൽ പൊട്ടിപ്പോവും പെട്ടെന്ന്. ഇതുപോലെ വെച്ച ശേഷം അതും ഒന്ന് തേങ്ങക്കൊന്ന് ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രസ്സാക്കി കൊടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് ആക്കി കൊടുത്ത ശേഷം ഈ 2 സൈഡ് ഭാഗം കൂടിയിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ റോളാക്കി എടുക്കണം. കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. വേണമെങ്കിൽ കയ്യിൽ നെയ്യൊന്ന് തടവി കൊടുക്കാം, കാരണം മാവ് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ഉന്നക്കായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ 2 കിലോ പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 കിലോ പഴം കൊണ്ട് എനിക്ക് 20 ഉന്നക്കായാണ് കിട്ടിയിട്ടുള്ളത് ഈ വലുപ്പത്തിൽ. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. പാൻ ചൂടായ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉന്നക്കായായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. വലിയ പാനാണെങ്കിൽ ഒരു 5-6 എണ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് പാനിലാണ് ഉണ്ടാക്കുന്ന ആ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഉന്നക്കായ ഇട്ട് കൊടുക്കാം. ഒരു സൈഡൊന്ന് ആയി വരുന്നുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ എടുത്തിട്ട് മെല്ലെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. സ്പൂണായിട്ട് മെല്ലെ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം എല്ലാം ഞാൻ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉന്നക്കായൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി എല്ലാം ഇതുപോലെ അങ്ങോട്ട് കോരി മാറ്റാം. ഒരുപാട് അങ്ങോട്ട് മുരിച്ച് കളറ് മാറ്റണ്ട. ഈ ഒരു കളറാണ് നല്ലത്. ഇതുപോലെ എല്ലാം അങ്ങോട്ട് കോരി മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് വെക്കാം. അങ്ങനെ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് എല്ലാം അങ്ങോട്ട് പൊരിച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കൂടെ ഫ്രൈ ആക്കാം. അങ്ങനെ ബാക്കിയുള്ളത് കൂടെ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ ഉന്നക്കായ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാ എണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോരി മാറ്റി കൊടുക്കാം. എണ്ണയെല്ലാം കളഞ്ഞിട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.